Namaskaram, everybody. Welcome back to my channel, The Cherian Show. Balan, the boy, the young boy, the small boy, the kiduloscrum boy, the magical boy. ഇത്ര ഒരു വയസ്സ് ഏകദേശം എനിക്കൊന്ന് ഒരു 10-12 വയസ്സ് കാണും. ആ ഒരു വയസ്സിൽ ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇതുപോലത്തെ ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ വളരെ റയർ ആണ്. വളരെ റയർ ഓഫ് ദ റയറസ്റ്റ് പീസാണ് ബാലന്റെ അകത്ത് അഭിനയിക്കുന്ന ദ യങ് ബോയ് ആദി ശേഷൻ. അടിപൊളി അഭിനയം. ഏറ്റവും കൂടുതൽ ഞാൻ എടുത്തു പറയുന്നത് അവന്റെ ഐസ്. ഹിസ് ഐസ് ആർ സോ 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 എക്സ്പ്രസീവ്. ആ കണ്ണുകളിൽ കൂടെ അവന്റെ ഫുള്ള് ലൈഫ് നമുക്ക് കാണാം. ഫുൾ ഇമോഷൻസ് ഉണ്ട്, വിഷമങ്ങളും പിന്നെ അതിൻ്റെ അകത്തുള്ള ആ ദേഷ്യം, ഭയം, എല്ലാ കാര്യങ്ങളും ആ ക്യൂട്ട് കണ്ണിൽ കൂടെ നമുക്ക് കാണാം. പിന്നാമത് എടുത്തു പറയേണ്ടത് ഫീമെയിൽ ക്യാരക്ടർ ആയിട്ട് പ്ലേ ചെയ്ത ദ ലേഡി ആക്ട്രസ്. ആ പുള്ളിക്കാരി വാസ് അടിപൊളി. ഫർസാന എന്നാണ് പേര്. ഞാൻ ആദ്യത്തെ ഫിലിമാണ് കാണുന്നത്. എനിക്കൊരു ഇത് ഒരു ഫ്രഷ് ഫേസ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് എല്ലാരും ഫ്രഷ് ഫേസ് ആണ്. അവര് വാസ് അടിപൊളി ഇൻ ദിസ് ഫിലിം. അടിപൊളി എന്ന് വെച്ചാൽ ആ പേടി, ഭയം, ആ എല്ലാ കാര്യങ്ങളും ഇത്ര വെൽ ഡിഫൈൻ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്ത ഒരു പടം, അതും നമ്മുടെ മലയാളത്തിലാവുമ്പോൾ വളരെ അധികം സന്തോഷമുണ്ട്. പിന്നെ 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 ഈ ബാലന്റെ അവനൊരു 15 എത്തുമ്പോൾ പ്ലേ ചെയ്ത ആ പയ്യൻ, ഹി വാസ് അമേസിങ്. പ്രത്യേകിച്ച് ആ ജയിലിൽ വരുമ്പം ഒരു സീനുണ്ട്. ആ സീൻ അവൻ ഇമോഷണൽ ആയിട്ട് ഫുള്ള് ബോസ്റ്റ് ആവും. അവന്റെ ഒരു ഇമോഷണൽ സ്പോയിലർ ആയിപ്പോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ആ ഒരു സീക്വൻസ്, അത് കഴിഞ്ഞ് അവൻ ഓടുന്ന ഒരു സീക്വൻസ്, അതൊക്കെയെന്ന് വെച്ചാൽ അത് ആ ഷോട്ട് എടുത്തിരിക്കുന്ന രീതി വാസ് സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. അവന്റെ എക്സ്പ്രഷൻസും ആ കാര്യങ്ങളും എല്ലാം. പിന്നെ പോലീസുകാരനായിട്ട് പ്ലേ ചെയ്തത് നമ്മുടെ ജീൻ പോൾ ജൂനിയർ, മോനെ ലാലിന്റെ ജൂനിയർ ലാല്. അവനുമായിട്ട് ഇവന്റെ കട്ട വെക്കത്തില്ലെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ചെറിയ പയ്യൻ, പക്ഷെ എനിക്ക് എന്റെ അമ്മയെ കാണണം, എന്റെ അമ്മ എവിടെയാ. അവന് ആ ഒരു ലെവൽ, ഒരു ധൈര്യം കണ്ടോ. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അത് ധൈര്യത്തോട് ചോദിക്കും. കുറെ നാളുകൾക്ക് മുന്നേ അവർക്ക് പണി കൊടുത്തവനാണ് ഇവൻ. അത് കഴിഞ്ഞ് അവൻ വരുന്നു, പിന്നെ പോലീസുകാരും പറയുന്നു നീ എടാ പോ, നീ വിട്. എന്നിട്ടും അവൻ വരുന്നു. അതാണ് അവന്റെ ആ റോള്. അവൻ അത് അത്രയ്ക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ട് അത് അതിൻ്റെ ചെയ്തിട്ടുള്ള. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അകത്ത് ഒരു അമ്മച്ചി ഉണ്ട് മോനെ. അത് സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. ആ അമ്മച്ചി എന്ന് വെച്ചാൽ മാസ് എന്ന് വെച്ചാൽ മാസ്. ഇതൊക്കെ എവിടുന്ന് ഇവരെ എല്ലാരും ഈ അമ്മച്ചി ഇത്രയും നാൾ ഇവിടെ വരും. ഞാനൊരു സീരിയലോ അങ്ങനെ ഒന്നും ഇല്ലാത്ത കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ് ഫേസ്. പക്ഷെ ആദ്യത്തെ സിനിമയാണെന്നൊന്നും പറയാൻ പറ്റൂല. ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള അമ്മച്ചി ഫുള്ള് വീൽ ചെയറിലാണ് ആ ഫുള്ള് സിനിമ കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ വീൽ ചെയറിൽ ഇരുന്ന് അമ്മച്ചിയുടെ ആ തോക്കും അത് വെടിപൊട്ടുന്നതും ആ സീനുകളും സീക്വൻസുകളും ഒക്കെയെന്ന് വെച്ചാൽ മാൻ, എന്തായാലും ശരിക്കും പറഞ്ഞാൽ തോക്കെടുത്ത് അമ്മച്ചി ഇങ്ങനെ മുന്നേ നിൽക്കുന്നത് നമ്മൾ പേടിച്ചു. എന്റെ പൊന്നോ, വെടി വെച്ചാലോ വെടി കിട്ടിയാലോ എന്നുള്ള ഒരു സംഭവം. അത് കഴിഞ്ഞ് അമ്മച്ചി പറയാം, അമ്മച്ചിയുടെ കുറെ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. കുറെ പാസ്റ്റിലെ കുറെ കഥകളുണ്ട്. അമ്മച്ചി ഒരു പുലി തന്നെയായിരുന്നു, ഒരു പെൺപുലിയാണ് അമ്മച്ചി. അപ്പൊ അമ്മച്ചി അത് കഴിഞ്ഞ് ഇടയ്ക്ക് പറയും ഇതൊക്കെ ഒരു പുളുവാണ് മോളെ. പക്ഷെ കുറെ അധികം റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് അമ്മച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അമ്മച്ചിയുടെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു സിനിമ ഇറങ്ങാം, അതുപോലത്തെ ഒരു അമ്മച്ചിയായിരുന്നു. എനിക്ക് കുറെ അത് ഇഷ്ടപ്പെട്ടു. ഷീ വാസ് സോ ഗുഡ്. പിന്നെ 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 നമ്മുടെ ടൊവിനോ അച്ചായൻ വാസ് ദെയർ ഇൻ ദിസ് ഫിലിം. ക്യാമിയോ അല്ല പോലെ പുള്ളി. ഞാൻ ആദ്യം ഓർത്ത പുള്ളി ക്യാമിയോ ആയിട്ടാണ്. പക്ഷെ സെക്കൻഡ് പാർട്ട് വരുന്നതോടെ ടൊവിനോ കയറുവാണ്. ടൊവിനോക്ക് ഇതിൻ്റെ അകത്ത് നല്ല റോളാണ്. ഇത് ഒന്ന് ഓർത്ത്, ടൊവിനോ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാർഡമിൽ എത്തിയിട്ട് ഇതുപോലത്തെ ഒരു റോള് അക്സെപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വളരെ റയർ ആണ് കേട്ടോ. പക്ഷെ പുള്ളി അത് എടുത്തു, പുള്ളി അത് അക്സെപ്റ്റ് ചെയ്തു, പുള്ളി അത് ചെയ്തു, നല്ല വൃത്തിയായിട്ട് ചെയ്തു. ടൊവിനോയുടെ ഇക്കാലത്തെ വൺ ഓഫ് ദ ബ്രില്യൻ പെർഫോമൻസ്. പ്രത്യേകിച്ച് എനിക്ക് വെയിറ്റ് പുട്ട് ഓൺ ചെയ്താണ്, കാരണം വയറൊക്കെ വെച്ച് അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. പുള്ളി ആ ലുക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറി. ഒരു കള്ളനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ടൊവിനോ. പക്ഷെ ആ കള്ളത്തരത്തിൽ ഒരു നല്ല മനസ്സുണ്ട്. അത് നിങ്ങൾ ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻഡിലേക്കൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അത് മനസ്സിലാവും.
ആൻഡ് നെക്സ്റ്റ് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അകത്ത് കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതി. അവന് ഏകദേശം ഒരു 4000 പേരോളം ഇതിന് ഓഡിഷൻസ് വന്നാണ് ആ ഫീമെയിൽ ലേഡിയെ അവർ സെലക്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്തോരം ഒരു ലോങ് പ്രോസസ്സ് കഴിഞ്ഞാണ് അവര് വൺ ഓഫ് ദ ബെസ്റ്റ് അവർ സെലക്ട് ചെയ്യുന്നത്. 50ഓളം സ്കൂളുകളിൽ, നാട്ടിലെ സ്കൂളുകളിൽ പോയി യാത്ര ചെയ്താണ് അവർ ഓരോ സ്കൂളുകളിൽ ഓഡിഷൻസ് ഒക്കെ വെച്ച് ഈ കൊച്ചു പയ്യനെ എടുക്കുന്നത്. അപ്പം ഇത്രയും നല്ല സിനിമാറ്റോഗ്രഫി, ഷൈജു ഖാലിദ്, ചില സീൻസുകൾ, ചില ഫ്രെയിംസുകൾ, ഈ സിനിമയുടെ 2 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒന്ന് ഈ കാസ്റ്റിങ്ങും, ഒന്ന് ഈ സിനിമാറ്റോഗ്രഫി. ഓരോ ഫ്രെയിമുകളും ഓരോ ഷോട്ടുകളും ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി, അത് നമ്മളെ കാണിച്ചിരിക്കുന്ന ഒരു രീതി, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യും. വയനാട്ടിലെ കുറെ ഷോട്ട്സുകളുണ്ട്. ഇത് ഫുള്ള് വയനാട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തതെന്ന് അറിയില്ല, പക്ഷെ വയനാട്ടിലെ കുറെ സംഭവങ്ങളാണ്. അടിപൊളി രീതിയിലാണ് നാടിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്, അടിപൊളി മ്യൂസിക്കൽ ആയിട്ടുള്ള സംഭവം വാസ് ടു ഗുഡ്. കാരണം 1-2 പാട്ടുകളേ ഉള്ളൂ. ഒന്ന് അതിൻ്റെ അകത്ത് താക്കോലിന്റെ എന്തോ വെച്ച് ഒരു എൻഡിങ്ങിൽ ഒരു പാട്ടുണ്ട്. ദാറ്റ് വാസ് സോ ഗുഡ്. ആ ഫുള്ള് സിനിമ നമ്മളിങ്ങനെ കണ്ട് നമ്മളൊരു പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴാണ് ആ പാട്ട് വരുന്നത്. അത് അടിപൊളി ഒരു പാട്ട്. ആവശ്യത്തിനുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഈ ഫിലിമിന്റെ അങ്ങേ അറ്റത്തിലാണ് പുള്ളി നിൽക്കുന്നത്. ചിദംബരന്റെ ഡയറക്ഷൻ. ആദ്യം മഞ്ഞുമേല്, പിന്നെ ജാനമണി, ഇപ്പം 3ാമത്തെ പടമാണ് ബാലൻ. അടിപൊളി ഡയറക്ഷൻ എന്ന് വെച്ചാൽ അടിപൊളി. ദിസ് ഇസ് എ മസ്റ്റ് വാച്ച് തിയേറ്റർ ഫിലിം എന്ന് ഞാൻ പറയും. കാരണം പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. ഇത് നെഗറ്റീവ്സ് ആയിട്ട് പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. ബട്ട് ഇഫ് യു ആർ നോട്ട് നിങ്ങൾ ഭയങ്കരധികം ത്രില്ലർ, ഭയങ്കരധികം സസ്പെൻസ്, ഭയങ്കരധികം മ്യൂസിക്കൽ ഒരു സംഭവമൊക്കെ ആണെന്ന് കരുതി പോവുകയാണെങ്കിൽ യു വിൽ ബി ഡിസപ്പോയിന്റഡ്. ബട്ട് ഇഫ് യു ആർ എ ബിഗ് ഫാൻ ഓഫ് ഫിലിം, സിനിമ, ഈ ഡയറക്ഷന്, ഈ നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി, നല്ല സ്ട്രോങ് കാസ്റ്റ്, നല്ല അഭിനയം, അതുപോലത്തെ ശുദ്ധമായ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ നമുക്ക് കാണാം. അൺടിൽ ദെൻ, ടേക്ക് കെയർ.